കോവിഡ് രോഗബാധ ഇതേവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന കണക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. 111 പേർക്കാണ് അന്ന് രോഗബാധയുണ്ടായത്. ഇന്നത്തെ സ്ഥിതി 83 പേർക്കാണ്. അതേസമയം ഇന്ന് 62 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. ഒരു മരണമുണ്ടായി. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി സ്വദേശി PK മുഹമ്മദാണ് മരണമടഞ്ഞത്. അദ്ദേഹത്തിന് ഗുരുതരമായ കരൾ രോഗം ബാധിച്ചിരുന്നു. ഇന്നലെയാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുന്നു. ഇന്ന് രോഗം ബാധിച്ചവരിൽ 27 പേർ വിദേശത്തു നിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 37 പേർ. സമ്പർക്കം 14 പേർ. 5 ആരോഗ്യ പ്രവർത്തകരുമുണ്ട്. തൃശ്ശൂരിൽ സമ്പർക്കം മൂലം രോഗം ബാധിച്ചവരിൽ 4 പേര് കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളാണ്. 4 പേര് വെയർഹൗസിൽ ഹെഡ് ലോഡിംഗ് തൊഴിലാളികളുമാണ്. ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന രോഗബാധ സ്ഥിരീകരിച്ചവർ മഹാരാഷ്ട്ര 20, ഡൽഹി 7, തമിഴ്നാട്, കർണാടക 4 വീതം, പശ്ചിമ ബംഗാൾ, മധ്യപ്രദേശ് 1 വീതം. നെഗറ്റീവായവർ ജില്ല തിരിച്ച് തിരുവനന്തപുരം 16, കൊല്ലം 2, എറണാകുളം 6, തൃശ്ശൂർ 7, പാലക്കാട് 13, മലപ്പുറം 2, കോഴിക്കോട് 3, കണ്ണൂർ 8, കാസർഗോഡ് 5. പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് തൃശ്ശൂർ 25, പാലക്കാട് 13, മലപ്പുറം 10, കാസർഗോഡ് 10, കൊല്ലം 8, കണ്ണൂർ 7, പത്തനംതിട്ട 5, എറണാകുളം 2, കോട്ടയം 2, കോഴിക്കോട് 1. ഇന്ന് 5044 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇതുവരെ 2244 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 1258 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. 2,18,949 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. അതിൽ 1922 പേരാണ് ആശുപത്രികളിൽ. ഇന്ന് മാത്രം 231 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 1,03,757 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 2,873 സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരാനുണ്ട്. ഇതുവരെ സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 27,118 സാമ്പിളുകളാണ് ശേഖരിച്ചത്. അതിൽ 25,757 നെഗറ്റീവായിട്ടുണ്ട്. സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 133. ഇന്ന് പാലക്കാട് 2 ഹോട്ട്സ്പോട്ടുകൾ കൂടി വന്നിട്ടുണ്ട്. 35 ഹോട്ട്സ്പോട്ടുകൾ ഒഴിവായി.
ഈ വൈറസ് വിദഗ്ധന്മാരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് പെട്ടെന്നൊന്നും ഇല്ലാതാകാൻ പോകുന്നില്ല എന്നാണ്. രോഗവ്യാപനത്തിൻ്റെ തീവ്രത എപ്പോൾ കുറയുമെന്നും പറയാൻ കഴിയില്ല. ഈ ഘട്ടത്തിൽ സംസ്ഥാനത്തേക്ക് എത്തിപ്പെട്ടവർ 2,19,492 പേര് എത്തിയിട്ടുണ്ട്. അതിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നത് 17.71%, 38,871 പേർ. വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരെ എടുത്താൽ 82.29%. അത് 1,80,621. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരിൽ 63.63% റെഡ് സോണുകളിൽ നിന്ന് വരുന്നവരാണ്. വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവർക്ക് ഓരോ കാര്യവും റിപ്പോർട്ട് ചെയ്യാൻ സംവിധാനമുണ്ടാക്കും. ഫ്രണ്ട് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ആരോഗ്യവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിലേക്കും ആളുകൾക്ക് പോകാവുന്നതാണ്. ഇത് സംബന്ധിച്ച ചികിത്സാ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ചിട്ടപ്പെടുത്തുന്നതിനുള്ള പ്രോട്ടോക്കോൾ ആരോഗ്യവകുപ്പ് തയ്യാറാക്കും. വിദഗ്ധ സമിതി നിർദ്ദേശപ്രകാരം ക്വാറൻ്റൈൻ്റെ മാർഗരേഖ പുതുക്കുകയാണ്. വിദേശത്തു നിന്നും വരുന്നവരിൽ വീട്ടിൽ ക്വാറൻ്റൈൻ സൗകര്യമുള്ളവരിൽ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം സത്യവാങ്മൂലം എഴുതി വാങ്ങി ആവശ്യമായ മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകും. തുടർന്ന് വീടുകളിലേക്ക് പോകാൻ അനുവദിക്കും. സ്വന്തം വാഹനത്തിലോ ടാക്സിയിലോ പോകാം. ബന്ധപ്പെട്ട തദ്ദേശഭരണ സ്ഥാപനം, പോലീസ്, കോവിഡ് കെയർ സെൻറ്റർ നോഡൽ ഓഫീസർ, ജില്ലാ കലക്ടർ ഇവർക്കെല്ലാം ഇത് സംബന്ധിച്ച വിവരം കൈമാറും. നിശ്ചിത സമയത്തിനുള്ളിൽ യാത്രക്കാരൻ വീട്ടിലെത്തിച്ചേർന്നുവെന്ന് പോലീസ് ഉറപ്പാക്കും. വീട്ടിൽ സൗകര്യങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല തദ്ദേശഭരണ സ്ഥാപനത്തിനാണ്. ന്യൂനതകളുണ്ടെങ്കിൽ സർക്കാർ ക്വാറൻ്റൈൻ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിന് നടപടി സ്വീകരിക്കും. സുരക്ഷിതമായ ക്വാറൻ്റൈൻ ഉറപ്പാക്കാൻ വീട്ടിലുള്ളവർക്ക് ആവശ്യമായ ബോധവൽക്കരണം നടത്തും. കുട്ടികൾ, പ്രായമായവർ ഇവരെല്ലാം ഉണ്ടെങ്കിൽ പ്രത്യേകമായി തന്നെ മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകും. നിരീക്ഷണത്തിലുള്ള വ്യക്തി ക്വാറൻ്റൈൻ ലംഘിക്കാൻ പാടില്ല. ലംഘിച്ചാൽ നിയമപ്രകാരം പോലീസ് നടപടി സ്വീകരിക്കും. വീട്ടിൽ ക്വാറൻ്റൈൻ സൗകര്യമില്ലാത്തവർക്ക് സർക്കാർ ക്വാറൻ്റൈൻ കേന്ദ്രത്തിലേക്ക് സ്വന്തം വാഹനത്തിലോ ടാക്സിയിലോ പോകാവുന്നതാണ്. വീടുകളിൽ സൗകര്യമില്ലാത്ത ആളുകൾക്കാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറൻ്റൈൻ സർക്കാർ നൽകുക. പെയ്ഡ് ക്വാറൻ്റൈൻ ഇത് ആവശ്യപ്പെടുന്നവർക്ക് ഒരുക്കുന്ന ഹോട്ടൽ സംവിധാനമാണ്. പ്രത്യേകമായി ആവശ്യപ്പെട്ടാൽ ആ സൗകര്യം ഒരുക്കിക്കൊടുക്കും. ഈ രണ്ട് കേന്ദ്രങ്ങളിലും ആവശ്യമായ സൗകര്യങ്ങളും നിരീക്ഷണങ്ങളും, കർശനമായ നിരീക്ഷണവും ബന്ധപ്പെട്ട തദ്ദേശഭരണ സ്ഥാപനം
റവന്യൂ അധികൃതർ, പോലീസ് ഇവരെല്ലാം ഉറപ്പുവരുത്തും. വിമാനം വഴിയും ട്രെയിൻ വഴിയും റോഡ് മാർഗവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ക്വാറൻ്റൈൻ ഏർപ്പെടുന്നതിന് പുതിയ മാർഗരേഖയുണ്ട്. സംസ്ഥാനത്ത് എത്തുന്നതിന് മുൻപായി കോവിഡ് ജാഗ്രതാ പോർട്ടലിലൂടെ ഹോം ക്വാറൻ്റൈൻ സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകണം. സ്വന്തം വീടോ അനുയോജ്യമായ മറ്റൊരു വീടോ ഇതിനായി തിരഞ്ഞെടുക്കാം. സത്യവാങ്മൂലം സംബന്ധിച്ച് ജില്ലാ കോവിഡ് കൺട്രോൾ റൂം വിശദമായ അന്വേഷണം നടത്തി സുരക്ഷിത ക്വാറൻ്റൈൻ ഉറപ്പാക്കും. അല്ലാത്ത പക്ഷം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറൻ്റൈനോ പെയ്ഡ് ക്വാറൻ്റൈനോ അതിനാവശ്യമായ സൗകര്യമൊരുക്കും. സംസ്ഥാനത്ത് പ്രവേശിക്കുന്നതിന് അനുമതി നൽകുന്ന വിവരം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, പോലീസ്, കോവിഡ് കെയർ സെൻറ്റർ നോഡൽ ഓഫീസർ, ജില്ലാ കലക്ടർ ഇവരെയെല്ലാം അറിയിച്ചിരിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. കണ്ടെയ്ൻമെൻറ്റ് സോൺ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഓരോ ദിവസവും രാത്രി 12 മണിക്ക് മുൻപായി കണ്ടെയ്ൻമെൻറ്റ് സോൺ വിജ്ഞാപനം ചെയ്യും. പഞ്ചായത്ത് തലത്തിൽ കണ്ടെയ്ൻമെൻറ്റ് സോൺ വാർഡ് തലത്തിലായിരിക്കും. കോർപ്പറേഷൻ തലത്തിൽ സബ് വാർഡ് തലത്തിലായിരിക്കും പ്രഖ്യാപിക്കുക. ചന്ത, തുറമുഖം, കോളനി, സ്ട്രീറ്റ്, താമസ പ്രദേശം തുടങ്ങിയ പ്രാദേശിക സാഹചര്യമനുസരിച്ച് കണ്ടെയ്ൻമെൻറ്റ് സോൺ തീരുമാനിക്കാം. ഒരു വാർഡിൽ ഒരു വ്യക്തി ലോക്കൽ കോണ്ടാക്റ്റ് വഴി കോവിഡ് പോസിറ്റീവ് ആയാൽ, അതേപോലെ തന്നെ വീടുകളിൽ ക്വാറൻ്റൈനിലുള്ള 2 വ്യക്തികൾ പോസിറ്റീവായാൽ ഒരു വാർഡിൽ 10-ൽ കൂടുതൽ പ്രൈമറി കോണ്ടാക്റ്റിലുള്ളവർ നിരീക്ഷണത്തിലായാൽ ഒരു വാർഡിൽ 25-ൽ കൂടുതൽ പേർ സെക്കൻഡറി കോണ്ടാക്റ്റിലൂടെ നിരീക്ഷണത്തിലായാൽ കോവിഡ് വ്യാപനത്തിനുള്ള സാധ്യത ഒരു സബ് വാർഡിലോ ചന്ത, ഹാർബർ, ഷോപ്പിംഗ് മാൾ, സ്ട്രീറ്റ്, താമസ പ്രദേശം ഇവയിലോ കണ്ടെത്തിയാൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴാണ് ഒരു പ്രത്യേക പ്രദേശം കണ്ടെയ്ൻമെൻറ്റ് സോണാകുന്നത്. 7 ദിവസത്തേക്കാണ് പ്രഖ്യാപിക്കുക. അത് കഴിഞ്ഞ് ഇത് നീട്ടണോ എന്നുള്ളത് ജില്ലാ കലക്ടറുടെ ശുപാർശ പ്രകാരമാണ് തീരുമാനിക്കുക. വാർഡുകളിലെ 50% കൂടുതൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകളുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനം റെഡ് കളർ കോഡഡ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആകും. അതെപ്പോഴാണോ 50% താഴെയാകുന്നത് അപ്പോഴത് ഒഴിവാക്കുകയും ചെയ്യും. വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തി വീട്ടിൽ ക്വാറൻ്റൈനിൽ കഴിയുന്ന ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചാൽ
ആ വീടും വീടിന് ചുറ്റുമുള്ള നിശ്ചിത ചുറ്റളവിലുള്ള വീടുകളും ചേർത്ത് കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിക്കും. ദീർഘദൂര ട്രെയിനുകൾ ഇപ്പോൾ ഓടുന്നുണ്ടല്ലോ. ആ ട്രെയിനുകളിൽ വരുന്നവർ വന്നിറങ്ങി ഒരു സ്റ്റേഷനിൽ അങ്ങനെ കുറച്ച് നേരം തങ്ങുക, എന്നിട്ട് മറ്റൊരു ട്രെയിനിൽ കയറി യാത്ര ചെയ്യുക. അങ്ങനെ ഈ പരിശോധകരുടെ കണ്ണ് വെട്ടിക്കുന്നൊരു സംവിധാനം വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് കൊല്ലത്ത് വന്നിറങ്ങിയ ആളുകളെ ഇത്തരത്തിൽ പോലീസ് കണ്ടെത്തി. അവർ ദീർഘദൂര ട്രെയിനിൽ വന്നവരാണ്. പക്ഷേ അതല്ലാത്ത മട്ടിൽ മറ്റൊരു ട്രെയിനിൽ എറണാകുളത്ത് ഇറങ്ങി എറണാകുളത്ത് നിന്ന് വേറൊരു ട്രെയിനിൽ കയറി കൊല്ലത്ത് വന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. ഇത് അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം നടപടികൾ സൃഷ്ടിക്കുന്ന ആഘാതം വളരെ വലുതാണ്. അവർ തോൽപ്പിക്കുന്നത് പരിശോധനാ സംവിധാനത്തെയല്ല, സ്വന്തം സഹോദരങ്ങളെ തന്നെയാണ്. അതിലാർക്കെങ്കിലും രോഗബാധയുണ്ടെങ്കിൽ സമൂഹത്തിന് അതിന് വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നടപടികൾ ഒരു തരത്തിലും സ്വീകരിക്കരുത് എന്നാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത്. അതേപോലെ തന്നെ വേറൊരു കാര്യമുണ്ടായത്, പത്തനംതിട്ട ജില്ലയിൽ ഹൃദ്രോഗ ആശുപത്രിയിലെത്തിയ വനിത ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് എന്ന കാര്യം അവർ മറച്ചു വെച്ചു. ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം അവർ മരണമടഞ്ഞു. അതിനുശേഷമാണ് യാത്രയുടെയും മറ്റും വിവരം ആശുപത്രി അധികൃതർ അറിയുന്നത്. അതോടെ ആശുപത്രി ഒന്നടങ്കം പ്രതിസന്ധിയിലാവുകയാണ്. 2 ദിവസം എടുത്തു ഇവർ കോവിഡ് നെഗറ്റീവാണ് എന്ന് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ മാത്രമാണ് ആശ്വാസമായത്. ഉന്നത വിദ്യാഭ്യാസമുള്ള കുടുംബമായിട്ടും ഇത്തരത്തിൽ മറച്ചു വെക്കാനുള്ളൊരു പ്രവണത കാണിക്കുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുവായ കരുതലിൻ്റെ ഭാഗമാണ് ഈ വിവരങ്ങളെല്ലാം അറിയുക എന്നുള്ളത്. അതനുസരിച്ച് ആരോഗ്യ പ്രവർത്തകർക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ പറ്റും. ഇവിടെ ചിലർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നമ്പർ പോലും സേവ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം ഇത്തരത്തിൽ എത്തിച്ചേരുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നതിലും ആവശ്യമെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കാനും നിരീക്ഷിക്കാനുമൊക്കെയുള്ള ജാഗ്രത പ്രാദേശിക തലത്തിൽ കൈവിടാൻ പാടില്ല. അതാണ് ഈ രോഗവ്യാപനം തടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി എന്നത് നാം മറന്നു പോകരുത്. ഇപ്പം നമ്മുടെ അതിഥി തൊഴിലാളികളിൽ 2.5 ലക്ഷം പേര് ഇതുവരെ പോയിട്ടുണ്ട്. ആസാമിലേക്കുള്ള കുറച്ച് ആളുകളാണ് ഇനി പോകാൻ താല്പര്യമെടുക്കുന്നത്. മറ്റുള്ളവർ, ഇവിടെയുള്ളവർ കൂടുതൽ പേരും പെട്ടെന്ന് പോകാൻ താല്പര്യമുള്ളവരല്ല. എന്നാൽ അതേസമയം കുറച്ചാളുകൾ തിരിച്ച് കേരളത്തിലേക്ക് വരാൻ തുടങ്ങുന്നുമുണ്ട്. അങ്ങനെ വരുന്നവരെ
ഉടനെ ജോലിയിൽ പ്രവേശിപ്പിക്കാനാവില്ല. ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെ ക്വാറൻറ്റൈൻ ചെയ്യണം. അതിനുശേഷം മാത്രമേ തൊഴിലിന് പോകാൻ അനുവദിക്കാനാവൂ. കോവിഡ് വിവിധ മേഖലകളെ ബാധിച്ചല്ലോ. കഴിഞ്ഞ ദിവസം IT മേഖലയെക്കുറിച്ചൊരു ചർച്ച നടന്നിരുന്നു. ഇത് IT മേഖലയെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ 3 പാദങ്ങളിലായി ഉദ്ദേശം 4500 കോടി രൂപയുടെ വരുമാന നഷ്ടം കണക്കാക്കുന്നുണ്ട്. 26,000-ലധികം നേരിട്ടുള്ള തൊഴിൽ, 80,000-ഓളം പരോക്ഷ തൊഴിൽ നഷ്ടപ്പെടാനിടയുണ്ടെന്നാണ് ആസൂത്രണ വിഭാഗം കണക്കാക്കിയിട്ടുള്ളത്. സോഫ്റ്റ്വെയർ കയറ്റുമതിയെ കൂടുതൽ ആശ്രയിക്കുന്ന സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ പലതും വലിയ പ്രതിസന്ധിയിലാണ്. ഈ സാഹചര്യത്തിൽ IT വ്യവസായത്തെ രക്ഷിക്കാൻ പുതിയ ലോക സാഹചര്യത്തിനൊത്ത് നീങ്ങേണ്ടതുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ ഈ മേഖലയെ സംരക്ഷിക്കാൻ ആകാവുന്ന എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചു. പാവപ്പെട്ടവർക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഗുണമേന്മയുള്ള ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കാൻ കെ-ഫോൺ പദ്ധതി IT മേഖലയിൽ തുടങ്ങാനുള്ള കേരളത്തിൻ്റെ ഇടപെടൽ ഇതിൻ്റെ ഭാഗമായുള്ളതാണ്. ഈ പദ്ധതി 2020 ഡിസംബറിൽ പൂർത്തിയാവുകയാണ്. ഇത്തരമൊരു പദ്ധതി ഇത്ര വിപുലമായ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണുള്ളത്. സംരംഭങ്ങളെ തകർച്ചയിൽ നിന്ന് കരകയറ്റൽ പ്രധാനമാണ്. അതോടൊപ്പം തൊഴിൽ സുരക്ഷ കൂടി നോക്കേണ്ടതായുണ്ട്. തൊഴിൽ നഷ്ടമാകുന്ന സാഹചര്യം ഒഴിവാക്കിയേ പറ്റൂ. എന്നാൽ അതേസമയം കമ്പനികൾക്ക് അധിക ഭാരം ഉണ്ടാകാനും പാടില്ല. ഇതനുസരിച്ച് ചില നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുകയാണ്. IT കമ്പനികൾ പ്രവർത്തിക്കുന്നതും ആകെ തറവിസ്തൃതി 25,000 ചതുരശ്ര അടി ഉള്ളതുമായ എല്ലാ കെട്ടിടങ്ങളുടെയും 10,000 ചതുരശ്ര അടി വരെയുള്ള ഭാഗത്തിന് 3 മാസത്തേക്ക് വാടക ഇളവ് നൽകും. 2020-21 വർഷത്തിൽ ഏത് 3 മാസം വേണമെങ്കിലും കമ്പനിക്ക് ഈ ആനുകൂല്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാം. വാടകയിലെ വാർഷിക വർധന ഒഴിവാക്കുന്നത് പരിഗണിക്കും. ഇതിൽ തീരുമാനമെടുത്താൽ 2021-22 വർഷത്തെ വാടക നിരക്കിൽ വർധനയുണ്ടാകില്ല. സർക്കാരിന് വേണ്ടി ചെയ്ത IT പ്രോജക്റ്റുകളിൽ പണം കിട്ടാനുണ്ടെങ്കിൽ അവ പരിശോധിച്ച് ഉടനെ അനുവദിക്കുന്നതിന് വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. പ്രവർത്തന മൂലധനമില്ലാതെ വിഷമിക്കുന്ന ധാരാളം കമ്പനികളുണ്ട്. അവർക്ക് കൂടുതൽ വായ്പ ലഭ്യമാക്കുന്നതിന് ബാങ്കുകളുമായി ചർച്ച ചെയ്യും. സംസ്ഥാന IT പാർക്കുകളിലെ
88% കമ്പനികളും MSME രജിസ്ട്രേഷനുള്ളവയാണ്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ അവർക്ക് നിലവിലുള്ള വായ്പയുടെ 20% കൂടി ഈടില്ലാതെ ലഭിക്കും. പലിശ നിരക്ക് നിലവിലുള്ളത് തന്നെയായിരിക്കും. ഇതിൻ്റെ ആനുകൂല്യം പരമാവധി ലഭിക്കുന്നതിന് ബാങ്കുകളുമായി സർക്കാർ ചർച്ച നടത്തും. സർക്കാർ വകുപ്പുകൾക്കാവശ്യമായ IT അധിഷ്ഠിത സേവനങ്ങളിൽ കേരളത്തിലെ IT കമ്പനികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നതിനുള്ള നിർദ്ദേശത്തിന്മേൽ നയരേഖ പരിശോധിച്ച് തീരുമാനമെടുക്കും. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിധത്തിൽ പിന്തുണ ലഭ്യമാക്കുമ്പോൾ IT കമ്പനികൾ സഹകരിക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. അത് പ്രധാനമായും തൊഴിലാളികളുടെ ജോലി സുരക്ഷ സംബന്ധിച്ചാണ്. ലോക്ക്ഡൗൺ ഇളവുകളനുസരിച്ച് ജീവനക്കാർ മടങ്ങിയെത്തുമ്പോൾ സർക്കാർ നിർദ്ദേശിച്ച എല്ലാ കോവിഡ് നിബന്ധനകളും ജീവനക്കാർ പാലിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സർക്കാർ ഓഫീസുകളിലൊക്കെ മുഴുവൻ ജീവനക്കാരും എത്തണമെന്നാണിപ്പോൾ നിർദ്ദേശിക്കുന്നത്. അതിൽ പരമാവധി പേരെ വർക്ക് ഫ്രം ഹോം രീതിയിൽ തുടരാൻ IT കമ്പനികൾ അനുവദിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടേറെ പേർ വർക്ക് ഫ്രം ഹോം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ആ പ്രവർത്തനത്തിന് സൗകര്യമുള്ളപ്പോൾ തന്നെ ചില ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജീവനക്കാരുമുണ്ട്. ഇപ്പോൾ നെറ്റ് കണക്ഷൻ തകരാറാവുക, കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ വരിക, വൈദ്യുതി നിലക്കുക, ഇതൊക്കെ വന്നാൽ സ്വയം പരിഹരിക്കേണ്ട സ്ഥിതിയാണുള്ളത്. ഇതൊരു അനിശ്ചിതത്വം ഉണ്ടാക്കുന്നുണ്ട്. ജീവനക്കാരുടെയും കമ്പനിയുടെയും ഉൽപ്പാദനക്ഷമതയെ ഇത് ബാധിക്കുകയാണ്. ഈ പ്രശ്നത്തിന് പരിഹാരമായി IT കമ്പനികളുമായി ചേർന്ന് വർക്ക് ഫ്രം ഹോം അല്ലാതെ വർക്ക് നിയർ ഹോം യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് സർക്കാർ സന്നദ്ധമാകും. നിലവിലുള്ള ജീവനക്കാരുടെ പ്രവർത്തന നൈപുണ്യം മതിയാകാതെ വരികയാണെങ്കിൽ അത്തരം ജീവനക്കാരെ ഒരു വർക്ക് ഷെയറിംഗ് ബെഞ്ചിലേക്ക് മാറ്റുക, അവരുടെ വിവരങ്ങൾ സംസ്ഥാന IT വകുപ്പ് നിർദ്ദേശിക്കുന്ന നോഡൽ ഓഫീസർക്ക് ലഭ്യമാക്കുക. ഇങ്ങനെ വർക്ക് ഷെയറിംഗ് ബെഞ്ചിലേക്ക് മാറുന്നവർക്ക് സർക്കാർ നടത്തുന്ന നൈപുണ്യ വികസന പരിശീലനങ്ങളിൽ പങ്കെടുക്കാൻ അനുമതി നൽകണം. ഉചിതമായ ശേഷി ആർജിക്കുന്ന മുറക്ക് അവരെ പുതിയ പ്രോജക്റ്റുകളിൽ ഉൾപ്പെടുത്തണം. വർക്ക് ഷെയറിംഗ് ബെഞ്ചിലുള്ളവരുടെ സേവനം മറ്റ് കമ്പനികൾക്കോ സർക്കാർ വകുപ്പുകൾക്കോ ഉപയോഗിക്കാൻ അനുമതി നൽകണം. അത്തരം പ്രവർത്തികൾക്ക് ലഭിക്കുന്ന പ്രതിഫലം ഈ ജീവനക്കാരുടെ ശമ്പളം നൽകുന്നതിന് വിനിയോഗിക്കുന്നതിന് പരിഗണിക്കണം. വർക്ക് ഷെയറിംഗ് ബെഞ്ചിലേക്ക് മാറ്റപ്പെടുന്ന ജീവനക്കാരെ മുഴുവൻ പുതിയ പ്രോജക്റ്റുകളിൽ നിയമിച്ച ശേഷമേ പുറത്തുനിന്ന് ആളുകൾ എടുക്കാവൂ എന്ന നിർദ്ദേശം കൂടി സർക്കാർ മുന്നോട്ട് വെച്ചു.
കോവിഡ് പ്രതിരോധത്തിലൂടെ കേരളത്തിന് ലഭിച്ച ലോകശ്രദ്ധ IT ഉൾപ്പെടെയുള്ള മേഖലകളിൽ പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് സഹായകമാണെന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ഏത് മേഖലയിലായാലും കോവിഡിന് ശേഷം കേരളത്തിന് പുതിയ അവസരങ്ങൾ കൈവരും. സാങ്കേതികവിദ്യ അടിസ്ഥാനമായുള്ള വ്യവസായങ്ങൾക്കാണ് ഇനി വലിയ സാധ്യതയുള്ളത്. എല്ലാ പുതിയ വ്യവസായങ്ങൾക്കും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പുറന്തോട് ആവശ്യമായി വരുമെന്നത് ഈ മേഖലയിൽ ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിക്കും. ആരോഗ്യപരിപാലനം, വിദ്യാഭ്യാസം, IT, മാനുഫാക്ചറിംഗ് തുടങ്ങിയ മേഖലകളിലാണ് കേരളത്തിന് വലിയ സാധ്യതകളുള്ളതായി വ്യവസായികളും ഈ രംഗത്തെ വിദഗ്ധരും കാണുന്നത്. ഇത് പ്രയോജനപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കേരളം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. CII, FICCI മുതലായ വ്യവസായ സംഘടനകളുമായി നേരത്തെ തന്നെ സർക്കാർ ചർച്ച നടത്തിയിരുന്നു. വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിന് വിദേശ കമ്പനികളുടെയും വ്യവസായ സംഘടനകളുടെയും പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ കുട്ടികൾക്ക് ഇവിടെ തന്നെ ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസത്തിന് അവസരമുണ്ടാകണം. അതേപോലെ തന്നെ വിദേശത്തുള്ളവരെ ഇങ്ങോട്ട് ആകർഷിക്കാനും കഴിയണം. ഈ ലക്ഷ്യം മുൻനിർത്തി ഉന്നത വിദ്യാഭ്യാസ രംഗം പുനഃസംഘടിപ്പിക്കാൻ സർക്കാർ ആലോചിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ വ്യവസായ അംബാസഡർമാരായി മാറാൻ IT മേഖലയിലെ പ്രമുഖർ തയ്യാറാകണമെന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ വീഡിയോ കോൺഫറൻസിൽ അവരോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. കേന്ദ്ര വനാവകാശ നിയമപ്രകാരം പട്ടികവർഗക്കാർക്ക് നൽകാനായി വിവിധ സ്ഥലങ്ങളിൽ നടപടിക്രമം പൂർത്തീകരിച്ച 510 പേർക്കുള്ള ഭൂമി എത്രയും വേഗം നൽകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. 4361 പട്ടികവർഗക്കാർക്ക് 3588.52 ഏക്കർ ഭൂമിയാണ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നൽകിയത്. സുപ്രീം കോടതി വിധിപ്രകാരം ലഭിച്ച നിക്ഷിപ്ത വനഭൂമിയിൽ 1804.75 ഏക്കർ ഭൂമി 2568 പേർക്ക് വിതരണം ചെയ്തു. 478 പേർക്ക് 174.77 ഏക്കർ ഭൂമി ലാൻഡ് ബാങ്ക് പദ്ധതി പ്രകാരം വാങ്ങി നൽകിയിട്ടുണ്ട്. കേന്ദ്ര വനാവകാശ നിയമപ്രകാരം 1315 പേർക്ക് 1600 ഏക്കർ ഭൂമിക്കുള്ള ROR നൽകി. അവശേഷിക്കുന്ന 10944 പേരിൽ റെക്കോർഡ് ഓഫ് റൈറ്റ്സ് പ്രകാരം 5111 പേർക്ക് ഭൂമി നൽകും. നടപടിക്രമങ്ങൾ കഴിഞ്ഞാൽ 2 മാസത്തിനകം വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 310 പേർക്ക് ഭൂമി നൽകാനുള്ള നടപടി ലാൻഡ് ബാങ്ക് പദ്ധതി പ്രകാരം പൂർത്തീകരിച്ചിട്ടുണ്ട്.
1 മാസത്തിനകം ഇത് വിതരണം ചെയ്യാനാകും. സുപ്രീം കോടതി വിധിപ്രകാരം ലഭിച്ച നിക്ഷിപ്ത വനഭൂമിയിൽ വാസയോഗ്യമായ ഭൂമി അടിയന്തരമായി വിതരണം ചെയ്യും. വാസയോഗ്യമല്ലാത്ത 8145 ഏക്കർ ഭൂമിക്ക് പകരം ഭൂമി കണ്ടെത്തി നൽകാൻ വനം വകുപ്പിനെ ചുമതലപ്പെടുത്തി. ഓൺലൈൻ ക്ലാസ്സുകൾ വീട്ടിൽ ലഭിക്കാത്ത കുട്ടികൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുന്നതിന് നിയോജകമണ്ഡല ആസ്തി വികസന ഫണ്ടും MLAമാരുടെ പ്രത്യേക വികസന നിധിയും വിനിയോഗിക്കുന്നതിന് അനുമതി നൽകി. പൊതുവായനശാലകൾ, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, സഹകരണ സർക്കാർ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ, അംഗൻവാടികൾ, മറ്റ് പൊതു ഇടങ്ങൾ ഇവിടങ്ങളിൽ ഓൺലൈൻ TV സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് ഇത്തരം ഫണ്ട് വിനിയോഗിക്കാനാണ് അനുമതി നൽകിയത്. കുട്ടികൾക്കായി ലാപ്ടോപ്പുകൾ വാങ്ങുന്നതിന് കുടുംബശ്രീ, KSFE എന്നിവ ഒരുമിച്ച് പ്രത്യേക പദ്ധതി നടപ്പാക്കുന്നുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ്, ഫിഷറീസ് വകുപ്പ് ഇവയെല്ലാം വഴി ലാപ്ടോപ്പുകൾ നൽകുന്നതിനായുള്ള സ്കീമുകൾക്കും സബ്സിഡി ആവശ്യമെങ്കിൽ പ്രത്യേക വികസന നിധി വിനിയോഗിക്കാം. ഓൺലൈൻ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് TV, ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺ മുതലായവ ലഭ്യമാക്കാനായി ഈ വിദ്യാരംഭം എന്ന പദ്ധതിക്ക് പോലീസ് രൂപം നൽകിയിട്ടുണ്ട്. ഓൺലൈൻ പഠനോപകരണങ്ങൾ ട്രൈബൽ മേഖലയിലെ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതിനാണ് പോലീസ് പ്രഥമ പരിഗണന നൽകുന്നത്. പദ്ധതിയുടെ ആദ്യപടിയായി പൊടിയകാല, കല്ലമ്പാറ ട്രൈബൽ സെറ്റിൽമെൻറ്റ് കോളനികളിലെ കുട്ടികൾക്ക് TVയും ഡിജിറ്റൽ പഠനോപകരണങ്ങളും നൽകി. കോവിഡ് പാക്കേജിൽ പ്രഖ്യാപിച്ച കുടുംബശ്രീ വഴിയുള്ള വായ്പാ പദ്ധതിയായ CM സഹായ ഹസ്തത്തിൽ 24,80,000 സ്ത്രീകളുടെ 1,869,60,00,000 രൂപയുടെ വായ്പാ അപേക്ഷ ബാങ്കുകളിലെത്തിച്ചു. അതിൽ 1,060 കോടി രൂപ ബാങ്കുകൾ അനുവദിച്ചു. മാസ്ക് ധരിക്കാത്ത 2,648 സംഭവങ്ങൾ ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. ക്വാറന്റൈൻ ലംഘിച്ച 9 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. വിവിധ വ്യക്തികളും സ്ഥാപനങ്ങളുമൊക്കെ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപത 7,02,00,000 രൂപയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയതായി ആർച്ച് ബിഷപ്പ് മാർ ആൻ്റണി കരിയിൽ അറിയിച്ചു. കേരളത്തിലെ മനഃശാസ്ത്ര വിദ്യാർത്ഥികൾ, പ്രമുഖ മനഃശാസ്ത്രജ്ഞർ, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ സംഘടനയായ സൈക്കോളജി സർക്കിൾ 140 PPE കിറ്റുകൾ കൈമാറി. ഏറാമല സർവീസ് സഹകരണ ബാങ്ക് ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത പഞ്ചായത്തിലെ 23 വിദ്യാർത്ഥികൾക്ക് TVയും DTH കണക്ഷനും നൽകി. ദുരിതാശ്വാസ നിധിയിലേക്ക് ബാങ്ക് 50 ലക്ഷം രൂപ നേരത്തെ കൈമാറിയിരുന്നു. ഓൺലൈൻ പഠന സൗകര്യം ലഭ്യമല്ലാത്ത കുട്ടികൾക്കായി
സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ വിവോ 140 ഫോണുകൾ കൈമാറുമെന്ന് അറിയിച്ചു. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായം ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി 86 ലക്ഷം രൂപ, കോറിയൻ ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി 47,25,000 രൂപ, കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ 25,50,000 രൂപ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ 15 ലക്ഷം രൂപ, കണ്ണൂർ ചെമ്പേരി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ വിജസിയൻസ് 11,55,555 രൂപ, കാട്ടിൽ മേക്കത്തിൽ ക്ഷേത്രം ചവറ 10 ലക്ഷം രൂപ, വെള്ളറട ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം, ആലപ്പുഴ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് 6,33,866, കൊല്ലയിൽ ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം, മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം 5 ലക്ഷം, മുക്കം സെൽവ ബ്രിക്സ് ആൻഡ് മെറ്റൽസ് ഉടമ അബ്ദുൾ റസാഖ് PK 5 ലക്ഷം, തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് വഴുതക്കാട് നരേന്ദ്രൻ്റെ മകൻ അഡ്വക്കേറ്റ് നിഖിൽ നരേന്ദ്രൻ 4 ലക്ഷം രൂപ, സംസ്ഥാന ശിശുക്ഷേമ സമിതി 3 ലക്ഷം രൂപ, കിഴൂരം സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാർ 2,58,810 രൂപ, കെൽട്രോൺ എംപ്ലോയീസ് സഹകരണ സംഘം 2,25,507 രൂപ, വെങ്ങാനൂർ കോഓപ്പറേറ്റീവ് റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി 2 ലക്ഷം രൂപ, KSKTU ആലപ്പുഴ ജില്ലാ കമ്മിറ്റി 2 ലക്ഷം രൂപ, കേരള ബോട്ടിൽഡ് വാട്ടർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ 1 ലക്ഷം രൂപ. ഇത്രയാണ് ഇന്ന് വിവരങ്ങൾ കൈമാറാനുള്ളത്.